ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ സമയം ഏകദേശം ഒരു 9 മണി 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വെയിലൊക്കെ വന്ന് തുടങ്ങി. എന്നാലും ഇവിടെ തണുപ്പിനൊരു കുറവും ഇല്ല കേട്ടോ. ഇപ്പോൾ ഈ ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. രാവിലെ വെയിലുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ്. രാവിലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറും പിന്നെ കായുപ്പേരിയും കൂടെയാണ് കേട്ടോ ഒന്ന് ചോറിനുള്ളത്. പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമായി വെളിച്ചെണ്ണ ഇവിടെ വെയിലത്ത് വെച്ചിട്ടാ. എവിടെ യാതൊരു കുലുക്കുമല്ല, ഇതവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ വെണ്ടക്ക കറിയും കൂടെ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യലായിട്ട് ഇതൊക്കെ തന്നെയാണ്. മീനിവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പത്തിന് വെളിച്ചെണ്ണ ഒന്ന് സെറ്റ് ആയിക്കോളും എന്ന് വിചാരിച്ച് അവിടെ വെച്ചതാണ്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിക്കട്ടെ. പിന്നെ ഇത് രാവിലത്തെ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. പിന്നെ ഇത് കാന്താരിമുളകാണ്. കാന്താരിമുളക് പിന്നെ സുർക്കയിലിട്ടതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് 2-3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടെന്ന് നമ്മുടെ പഴയ വീട് പൊളിച്ചിട്ട് വീട് പണി നടക്കുകയാണ്. അപ്പോൾ വീട് പണി നടത്താൻ വേണ്ടിയിട്ട് പഴയ വീട് പൊളിക്കുക. കാക്കുവിൻ്റെ ഭാഗമായിട്ട് 1/4 ഇത് പൊളിച്ച് തീർത്തിട്ടുണ്ട്. ബാക്കി ഇനി JCB വന്നിട്ടൊന്ന് പൊളിച്ചും. അതിൻ്റെ മുന്നേ ഞാനിത് ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തതാണ്, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും പഴയ വീട് പൊളിക്കുമ്പോൾ ഒരു ചെറിയൊരു സങ്കടമൊക്കെ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇൻഷാ അല്ലാ ഇപ്പോൾ ഒരു നല്ല വീടൊക്കെ ആവട്ടെ. അപ്പോൾ ഞാനിത് എടുക്കുന്നതിൻ്റെ ഇടയിൽ നിനൂസ് വന്നിട്ട് പോസ്റ്റ് ചെയ്ത് തരികയാണ്. എല്ലാവരെയും പോലെ തന്നെ വീട് എന്നുള്ളത് അത്രയും വലിയൊരു സ്വപ്നമായതുകൊണ്ട് തന്നെ പിന്നെ ഓരോരോ സ്റ്റെപ്പും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോടെ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ റൂം. അപ്പം അതൊക്കെ പൊളിച്ച് ഒരുവിധമായിട്ടുണ്ട്. എക്സൈറ്റ്മെൻറ്റ് ഇത്തിരി അധികമായതുകൊണ്ട് തന്നെ ഞങ്ങളിത്തിരി നേരത്തെ ഞങ്ങളെത്തി കുറേ ടൈം കഴിഞ്ഞിട്ടാണ് പിന്നെ JCB വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ കട്ട വെയിറ്റിക്കാനും ഭയങ്കര ബോറിംഗായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ ഒക്കെ നിസോനെയും കൊണ്ട് വരാൻ കുറച്ച് പാടാണ് കേട്ടോ. മണ്ണും ചളിയും കണ്ടാൽ പിന്നെ ഓനല്ലാതാവും. ഫുള്ള് കളിയാവും. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കളിപ്പിക്കുക, അതൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അതുവരേക്കും ബൈ.